കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി കേവലം 2 നാൾ മാത്രം ബാക്കി. കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോടെ മുന്നണികൾ. പല സൂചനകൾ നൽകി എക്സിറ്റ് പോളുകൾ പുറത്തുവന്നു. കേരളത്തിൽ ഭരണമാറ്റമാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരിക്കുന്ന UDF എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കുമ്പോൾ LDFും BJPയും എക്സിറ്റ് പോളിനെ പൂർണ്ണമായും തള്ളുന്നു. എക്സാറ്റ് ഫലം മറിച്ചാകുമെന്നാണ് അവരുടെ അവകാശവാദം. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ അനേകം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെ പൂർണ്ണമായും തള്ളാനാകില്ല. ഫലം സംബന്ധിച്ച ഏകദേശ സൂചന മിക്ക എക്സിറ്റ് പോളുകളും നൽകാറുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായി വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അത് ശരിവെക്കുന്നു. 4-ാം തീയതി രാവിലെ 8 മുതലാണ് 43 ഇടങ്ങളിലായി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളും അതീവ സുരക്ഷയുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. പുതുക്കാട്, ഇരിങ്ങാലക്കുട, ചാലക്കുടി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ജില്ലാ വരണാധികാരിയായ കളക്ടർക്കാണ് വോട്ടെണ്ണലിന്റെ പൊതുമേൽനോട്ട ചുമതല. റിട്ടേണിംഗ് ഓഫീസർമാർ അതാത് മണ്ഡലങ്ങളുടെ ചുമതല വഹിക്കും. സംസ്ഥാന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും സുരക്ഷയിലായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ഇലക്ട്രോണിക് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. 9:30 സംസ്ഥാനത്തെ ട്രെൻഡും വ്യക്തമാകും. ഉച്ചയോടെ 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകും. റീകൗണ്ടിംഗ് ആവശ്യമായി വന്നാൽ മാത്രമാണ് വോട്ടെണ്ണൽ വൈകുക. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് ഇനി 2 നാൾ കൂടി മാത്രം.